ഇത് പരിശോധിക്കപ്പെടുന്നപ്പോഴാണ് ഒരടുത്ത് മഴ പരിശോധിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മഴ പെയ്ച്ചു നോക്കാൻ പറ്റില്ലല്ലോ, ടെസ്റ്റ് റണ്ണും നടത്താൻ പറ്റില്ല. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിലെ തിയറട്ടിക്കൽ പാർട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ തിയറട്ടിക്കൽ പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന അത് വെൽ സ്റ്റഡി റിപ്പോർട്ടാണ്, പ്രോപ്പർ ആയിട്ടുള്ള ഫൈൻഡിങ്സ് ആണ്. അത് പ്രകാരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൊച്ചിയിൽ വെള്ളം നിൽക്കില്ല. പക്ഷെ ഇന്നത്തെ കാലത്തൊരു മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനകത്ത് പെയ്യുന്ന മഴയുടെ അളവ് കൂടിയുണ്ട്. അപ്പോൾ മഴ ഒരു 5 ദിവസം നിൽക്കുമ്പോഴാണ് പണ്ട് വെള്ളം പൊങ്ങിയിരുന്നെങ്കിൽ ഇന്ന് കഠിനമായിട്ടുള്ളൊരു വലിയ ഹിമവാദം പോലത്തെ ഒരു മഴ പെയ്യാണ്. ആ മഴ ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് അതേ റൺ ഓഫ് ഉണ്ടാക്കും, അതേ വോളിയം ഓഫ് വാട്ടർ താഴ്ത്തെത്തും. അപ്പൊ എന്ത് പറ്റും, നമ്മളുടെ ഡ്രെയിൻ ഔട്ട് സ്പേസുകൾക്ക് അത് ക്യാരി ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കാനകളോ അല്ലെങ്കിൽ നമ്മളുടെ വെള്ളമൊഴുകി പോകാനായിട്ടുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റീസിനോ ഇത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സിനിമാ തിയേറ്ററിൽ ഒരു എന്താ പറയുക, ഒരു പുതിയ റിലീസിന്റെ ദിവസം ഒരു വലിയ ജനസമൂഹം ഒന്ന് കയറുകയും അതിനകത്തേക്ക് കയറാനായിട്ട് ചെറിയ വാതിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഇടി വരില്ലേ, ഒരു തിരക്കില്ല എന്ന് പറയുന്ന പോലെ ഒരു സ്പ്രെഡ് ഔട്ട് ആവും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള ടെക്നോളജിയും അതിനനുസരിച്ച് സൗകര്യവും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം 3700 കോടി രൂപയിലധികം വന്നിട്ടുള്ള പുതിയൊരു പ്രോജക്ട് ഈ കനാൽ റിജുവനേഷൻ എന്ന് പറഞ്ഞിട്ട് കനാലിനെ നവീകരിച്ച് പുതിയ രീതിയിലോട്ട് മാറ്റുക എന്നുള്ളതാണല്ലോ. അതെ. അതെങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം വർക്ക് ആകുക? ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ തിയറട്ടിക്കൽ പാർട്ട് 100% പെർഫെക്റ്റ് ആണ്. അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. അപ്പൊ അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിനകത്ത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ട ഘടകം. പിന്നെ ഇത് പരിശോധിക്കപ്പെടുന്നപ്പോഴാണ് ഒരടുത്ത് മഴ പരിശോധിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മഴ പെയ്ച്ചു നോക്കാൻ പറ്റില്ലല്ലോ, ടെസ്റ്റ് റണ്ണും നടത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലെറ്റ് us hope for the best. നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന നോക്കിയായിരിക്കാം.